ഹലോ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്കയും ബീഫുമാണ്. അപ്പം നമ്മൾ ഈ ബീഫിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഒരു പിടി കറിവേപ്പില, ഒരു സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പാതി വേവിൽ വേവിച്ചെടുത്തിരിക്കുന്ന ബീഫാട്ടോ. ബീഫ് വേവിക്കാൻ നേരം നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1 കിലോ ബീഫിന് 1 കിലോ കൂർക്ക എന്നുള്ളൊരു മെഷർമെൻറ്റ്സിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബീഫിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കൂർക്കയ്ക്ക് വേണ്ടിയിട്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. നമുക്കിനി അതിൻ്റെ മസാലകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടിയിൽ നിങ്ങൾ ഓൾറെഡി പൊടികളെല്ലാം ഇട്ട് വെച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റവ് ഓണാക്കി പാത്രം വെച്ചാൽ മതി. അതായത് ഇപ്പോൾ നിങ്ങളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് അതൊരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. ഇനി നമുക്ക് ഈ പൊടി ഐറ്റംസ് എല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഹൈ ഫ്ലെയിമിൽ ഒറ്റയൊരു വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്കും എല്ലാതും നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കാനായിട്ട് പോകാം. ഇതേ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഓണാക്കിയതേ ഇപ്പോൾ വിസിൽ വരും. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ആവിയൊക്കെ പോയതിനു ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല മണമായിരുന്നു. പിന്നെ എല്ലാ ഐറ്റംസും നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് വേറൊരു മസാലയും കൂടെ വേണം. അതിനായിട്ട് ഒരു ചട്ടി വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാള അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടൊരു വഴണ്ട് അത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂർക്കയും ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇരിക്കും തോറും കുറച്ചൊന്ന് വറ്റും. അപ്പോൾ എപ്പോഴും കുറച്ച് ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് നല്ലത്. അടിപൊളി ടേസ്റ്റാണ് കേസ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ തൃശ്ശൂർ വന്നതിന് ശേഷമാണ് ഈ ഒരു കോമ്പിനേഷൻ തന്നെ കഴിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് പറയണേ. അപ്പോൾ ഇനിയും കാണാം.